ശബരിമലയിൽ വീണ്ടും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കണം. 3 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. ഏതൊക്കെ ഇടപാടുകളിലാണ് ഇപ്പോൾ അന്വേഷണത്തിന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്? ദിവ്യ, ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവത്ര അഴിമതിയാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഹൈക്കോടതി അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുന്നത്. കാരണം ഇന്നലെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ഇന്നിതാ ഈ മണ്ഡല മകരവിളക്ക് സമയത്തെ താൽക്കാലിക ജീവനക്കാരുടെ പണമിടപാടുകളിലാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിൽ പ്രകാരം ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ടിന്മേലാണ്, അതായത് ഈ മണ്ഡല മകരവിളക്ക് സമയം എന്ന് പറയുന്നത് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വരുമാനം വരുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് അധികവും താൽക്കാലിക ജീവനക്കാരായിരിക്കും അവിടെ ജോലി ചെയ്തിരിക്കുന്നത്. ഇവരുടെ ഇടപാടുകളിൽ സ്പെഷ്യൽ കമ്മീഷണർ അന്വേഷണം നടത്തിയിരുന്നു. രഹസ്യമായ ഒരു അന്വേഷണം സ്വഭാവത്തിൽ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ അന്വേഷണത്തിൽ പ്രധാനമായും ഈ ജീവനക്കാരുടെ ആ ഒരു കാലയളവിൽ അവിടെ ജോലി ചെയ്ത എല്ലാ താൽക്കാലിക ജീവനക്കാരുടെയും മറ്റു ജീവനക്കാരുടെയും പണമിടപാടുകൾ, അതായത് സന്നിധാനത്തെ ബാങ്കുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചും കൃത്യമായ ഒരു അന്വേഷണത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പോസ്റ്റ് ഓഫീസ് മാത്രം കേന്ദ്രീകരിച്ചു തന്നെ 14 ലക്ഷം രൂപയിലധികം വരുന്ന ഇടപാടുകളാണ് ജീവനക്കാർ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് പ്രകാരം തന്നെ ഈ താൽക്കാലിക ജീവനക്കാരിൽ 2 പേർ 1 ലക്ഷത്തിൽ രൂപയിലധികം രൂപയുടെ ഇടപാടുകൾ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ മറ്റു 3 പേർ 25,000 രൂപയിലധികം വരുന്ന പണമിടപാടും വലിയ സംശയാസ്പദമായ രീതിയിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ജോലിക്കാരോട് ഹാജരാകാൻ കമ്മീഷണർ ആവശ്യപ്പെട്ടിട്ടും അവർ ഹാജരായിരുന്നില്ല, കൃത്യമായ മൊഴിയോ നൽകിയിരുന്നില്ല. സന്നിധാനത്ത് വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഹൈക്കോടതി. ബാങ്കുകൾ വഴി പോസ്റ്റ് ഓഫീസുകൾ വഴി നടന്ന ഇടപാടുകൾ പരിശോധിക്കാനാണ് നിർദ്ദേശം.